നമസ്കാരം. ടെലഗ്രാഫ് പത്രത്തിന്റെ മുൻ എഡിറ്ററും ഇന്ത്യയിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകനുമായ ആർ രാജഗോപാലിന് പാസ്പോർട്ട് നിഷേധിച്ച സംഭവത്തിൽ പശ്ചിമ ബംഗാൾ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി തടഞ്ഞു വെച്ചിരുന്ന പാസ്പോർട്ട് പുതുക്കി നൽകാനുള്ള സംയുക്ത നടപടികളിലേക്ക് ബംഗാൾ പോലീസും പാസ്പോർട്ട് അധികൃതരും കടന്നുകഴിഞ്ഞു. BJP ഭരിക്കുന്ന പശ്ചിമ ബംഗാളിൽ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് നയിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി VD സതീശൻ അയച്ച കത്തിന്മേൽ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി കാണിച്ച രാഷ്ട്രീയത്തിനതീതമായ താൽപര്യമാണ് പ്രശ്നം വേഗത്തിൽ പരിഹരിക്കപ്പെടാൻ കാരണമായത്. ദേശീയതലത്തിൽ വലിയ രാഷ്ട്രീയ മാധ്യമ വിവാദങ്ങൾക്ക് കാരണമായ ഈ പ്രതിസന്ധിക്കൊടുവിലാണ് തിങ്കളാഴ്ച വൈകിട്ടോടെ കൊൽക്കത്ത പാസ്പോർട്ട് ഓഫീസിൽ നിന്നും ആർ രാജഗോപാലിന് അനുകൂലമായ സന്ദേശം ലഭിക്കുന്നത്. പാസ്പോർട്ട് പുതുക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുകയാണെന്ന് അധികൃതർ അദ്ദേഹത്തെ ഔദ്യോഗികമായി അറിയിച്ചു. തൊട്ടു പിന്നാലെ കൊൽക്കത്ത പോലീസ് അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടുകയും തങ്ങളുടെ ഭാഗത്തുനിന്നുള്ള റീവെരിഫിക്കേഷൻ നടപടികൾ ആരംഭിച്ചതായി വ്യക്തമാക്കുകയും ചെയ്തു. റീവെരിഫിക്കേഷനായി അപേക്ഷ സമർപ്പിക്കാനുള്ള ഓൺലൈൻ ലിങ്ക് ചൊവ്വാഴ്ച വൈകിട്ടോടെ തനിക്ക് ലഭിച്ചതായി ആർ രാജഗോപാൽ മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചു. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ നേരിട്ടുള്ള ഇടപെടലിനെ തുടർന്നായിരിക്കാം ബംഗാൾ പോലീസും പാസ്പോർട്ട് അധികൃതരും സംയുക്തമായി ഇതുവരെ തടഞ്ഞുവെച്ചിരുന്ന ഫയലുകളിന്മേൽ ഇത്രയും വേഗത്തിൽ നടപടി സ്വീകരിക്കാൻ തയ്യാറായതെന്ന് രാജഗോപാൽ കൂട്ടിച്ചേർത്തു. ഭരണതലത്തിലെ ഉയർന്ന നിർദ്ദേശമില്ലാതെ ഇത്രയും പെട്ടെന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ മാറ്റമുണ്ടാകില്ലെന്നാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത്. ഈ സംഭവത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി സ്വീകരിച്ച നിലപാട് ഏറെ ശ്രദ്ധേയമാണ്. ഡൽഹിയിലെയും കൊൽക്കത്തയിലെയും മാധ്യമ രാഷ്ട്രീയ അണിയറകളിൽ കടുത്ത ഭരണ പ്രതിപക്ഷ പോരാട്ടങ്ങൾ നടക്കുമ്പോഴും ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകരെ നേരിട്ട നീതികേടിൽ രാഷ്ട്രീയം കലർത്താൻ അദ്ദേഹം മുതിർന്നില്ല. കേരള മുഖ്യമന്ത്രി VD സതീശന്റെ കത്തിലെ ഗൗരവം ഉൾക്കൊണ്ട് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ നിർദ്ദേശം നൽകാൻ സുവേന്ദു അധികാരി തയ്യാറായതുകൊണ്ടാണ് ഈ വേഗത കൈവന്നത്. ഈ വിവാദത്തിന്റെ വേരുകൾ കിടക്കുന്നത് പൗരത്വവും വോട്ടർ പട്ടികയും സംബന്ധിച്ച ബംഗാളിലെ ഉദ്യോഗസ്ഥ തലത്തിലെ വിചിത്രമായ കണ്ടെത്തലുകളിലാണ്. 2002 വോട്ടർ പട്ടികയിൽ രാജഗോപാലിന്റെയോ അദ്ദേഹത്തിന്റെ പരേതനായ പിതാവിന്റെയോ പേര് കണ്ടെത്താനായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ മാർച്ചിൽ കൊൽക്കത്തയിലെ ബാലിഗഞ്ച് മണ്ഡലത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ പേര് വെട്ടിയത്. ഇതിനെ ചുവട് പിടിച്ചാണ് വർഷങ്ങളായി ഇന്ത്യയുടെ മുഖ്യധാരാ പത്രപ്രവർത്തന രംഗത്തുള്ള ഒരാളുടെ പാസ്പോർട്ട് പുതുക്കലും സുരക്ഷാ കാരണങ്ങളാൽ തടഞ്ഞുവെക്കപ്പെട്ടത്. എന്നാൽ ഈ നീക്കത്തിനെതിരെ ശക്തമായ പ്രതികരണമാണ് രാജഗോപാലിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഗാന്ധിയനും മുൻ പ്രൊഫസറും കേരളത്തിലെ ഗാന്ധി സ്മാരക നിധി മുൻ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന തന്റെ പിതാവ് 2016 അന്തരിച്ചതെന്നും ദശാബ്ദങ്ങളായി രാജ്യത്ത് ജീവിച്ച അദ്ദേഹം എങ്ങനെ വോട്ടർ പട്ടികയിൽ ഇല്ലാതെ വരുമെന്നും രാജഗോപാൽ ചോദ്യം ചെയ്തിരുന്നു. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ ഇത്തരം ബാലിശമായ കണ്ടെത്തലുകളാണ് ഒരു മുതിർന്ന പൗരനെയും മാധ്യമപ്രവർത്തകനെയും രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി എന്ന രീതിയിലേക്ക് ചിത്രീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത്. ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമായാണ് ദേശീയ മാധ്യമ ലോകം ഈ സംഭവത്തെ ഒരൊറ്റക്കെട്ടായി കണ്ടത്. എഡിറ്റേഴ്സ് ഗിൽഡ് അടക്കമുള്ള വിവിധ മാധ്യമ സംഘടനകളും മുതിർന്ന മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും ശക്തമായ ഐക്യദാർഢ്യവുമായി രംഗത്തെത്തിയിരുന്നു. രാജ്യത്തെ പ്രമുഖ പത്രത്തിന്റെ എഡിറ്ററായിരുന്ന വ്യക്തിക്ക് സ്വന്തം രാജ്യത്ത് പൗരത്വവും പാസ്പോർട്ടും തെളിയിക്കാൻ നടക്കേണ്ടി വരുന്നത് ജനാധിപത്യത്തിന് നല്ല സൂചനയെന്ന വികാരവും ശക്തമായി ഉയർന്നിരുന്നു.